ഞങ്ങളുടെ ഫാമിൽ നിന്ന് പറിച്ചെടുത്ത നല്ല നാടൻ നെല്ലിക്കയാണിത്. നമ്മൾ നെല്ലിക്ക പറിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ഇന്നലെ ചെയ്തിരുന്നു. അപ്പൊ നല്ല സൂപ്പർ നെല്ലിക്കയാണ്. അപ്പൊ ഇത് കുറച്ചെടുത്തിട്ട് ഉപ്പിലിട്ട് വെക്കുകയാണ്. അപ്പൊ ഇടാൻ വേണ്ടി നമ്മൾ ചില്ലുപരണി എടുത്തിട്ടുണ്ട്, കുറച്ച് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉപ്പിലിടുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പം നല്ല കഴുകി തുടച്ച നെല്ലിക്കയാണിത്. അപ്പൊ ആദ്യം തന്നെ അത് ചില്ലുപരണിയിലേക്ക് ഇടുക. നല്ല പുഞ്ച നെല്ലിക്ക ആയതുകൊണ്ട് നല്ല വൃത്തിയുണ്ട് നെല്ലിക്ക, കേടൊന്നുമില്ല. നമ്മൾ നിലത്തിടാതെ പറിച്ചതാണ്. അപ്പം അത്യാവശ്യത്തിന് നെല്ലിക്ക ഇട്ടിട്ട് നമുക്ക് കുറച്ച് കാന്താരിമുളക് ഇടണം, കുറച്ചുകൂടെ നെല്ലിക്ക ഇടാം. ഇനി നമ്മൾ കുറച്ച് കാന്താരിമുളക് ഇതിന്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചെടുത്താൽ മതി. കാന്താരിമുളക് നല്ല എരിവുണ്ട്, നല്ല പഴുത്ത മുളക്, മൂത്ത് പഴുത്ത മുളകും കൂടെ ആയതുകൊണ്ട് നല്ല എരിവുണ്ടായിരിക്കും. ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടും കാര്യമില്ല, നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്തായാലും അത് മുകളിലോട്ട് വരും. എന്നാലും ഇടയ്ക്ക് കുടുങ്ങി നിന്നോളും. ഇനി കുറച്ചുകൂടെ നെല്ലിക്ക ഇടുക. നല്ല വലിയ നെല്ലിക്കയാണ്. നാടൻ നെല്ലിക്ക ഈ പുഞ്ചനെല്ലി ആയതുകൊണ്ടാണ് ഇതാ നല്ല വലുപ്പത്തിലുണ്ട്. നമ്മൾ നിലത്തിടാതെ പറിച്ച് നല്ല റിസ്ക് എടുത്താണ് പറിച്ചത്. നിലത്തിടാതെ പറിച്ചുകൊണ്ട് നമുക്കൊരു കേടും വരില്ല. നമുക്ക് ഉപ്പിലിട്ട് വെച്ചാലൊന്നും കുറെ കാലം എടുത്തു വെക്കാനൊക്കെ കഴിയും. അതിന് കുറച്ചുകൂടെ മുളക് ഇടാം. മുളക് നല്ല പഴുത്ത മുളകും ഉണ്ട്. നല്ല പഴുത്ത മുളകുമ്പോൾ എരിവ് കൂടും. കുറച്ചേ മുളക് ഇടുന്നുള്ളൂ. അതിനനുസരിച്ച് ഉപ്പൊക്കെ ഇട്ടാൽ മാത്രമേ ആ എരിവ് കുറഞ്ഞു കിട്ടുള്ളൂ. കൂടുതൽ എരിവായി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും. എന്തെന്നെ നെല്ലിക്കൊക്കെ ഇതുപോലെ ഇട്ടു. കുറച്ച് മുളക് ഇടുന്നത്. ഏകദേശം നെല്ലിക്ക കഴിയാനായിട്ട് ഭരണിക്ക് കറക്റ്റ് ആയിട്ടുള്ള നെല്ലിക്ക നമ്മൾ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ കാന്താരി മുളക് ഇടണം. അപ്പം മുക്കാലും അല്ല, ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും ഇത് പൊന്തി വരുമല്ലോ. കുറച്ചുകൂടെ കാന്താരി മുളക് ഇടുന്നുണ്ട്. കാന്താരി മുളക് നമ്മൾ എടുത്തത് മുഴുവനൊന്നും ഇടുന്നില്ല, ഇത്ര ഇട്ട് വെക്കുന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ വെള്ളം ഒഴിക്കണം. വെള്ളം നമ്മൾ കല്ലുപ്പിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളമുണ്ട്. അത് ശേഷം ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ രാത്രി തന്നെ നമ്മൾ കല്ലുപ്പിട്ട് തിളപ്പിച്ചാണ്. അപ്പം രാവിലത്തേക്ക് നല്ല തണുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഇതുപോലെ ഇനി ഒഴിച്ചു കൊടുക്കുക. ഒരു മുക്കാൽ ഭാഗത്തിന്റെ അടുത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് സുറുക്ക് ഒഴിക്കാനുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് സുറുക്ക് ഒഴിച്ചിട്ട് ഒഴിക്കാം. സുറുക്ക് അതുപോലെ തന്നെ ഒരു കുപ്പിക്ക് നമ്മൾ മുക്കാൽ ഭാഗം എടുക്കുന്നുണ്ട്. പക്ഷെ നല്ല പുളിയും നെല്ലിക്ക നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പം സുറുക്ക നല്ല ഒഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ, ഉപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം സുറുക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട്. കയ്പ്പ് കുറവാണ് ഈ സമയത്ത്, നെല്ലിക്കയ്ക്ക് നല്ല പുളിയുണ്ട്. അതുകൊണ്ട് തന്നെ എരിവൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ശേഷം മുഴുവനായിട്ട് തന്നെ വെള്ളം ഒഴിക്കുക. നമ്മൾ എടുത്ത വെള്ളവും കറക്റ്റാണ്, ഇതാ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഇടയ്ക്കൊക്കെ കാന്താരി മുളക് കുടുങ്ങി വെക്കുന്നുണ്ട്, അതൊന്നും പൊന്തില്ല. എന്നാലും മുകളിലിട്ട് മാത്രമേ പൊന്തിയിട്ടുള്ളൂ. ഇങ്ങനെ കുടുങ്ങി കിടന്നാൽ നമുക്ക് എല്ലാ ഭാഗത്തും എരിവ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി മൂടിയിട്ട് ഇതുപോലെ ടൈറ്റ് ആക്കി വെക്കാണ്. ഒരാഴ്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മുളകും അതുപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല രുചിയായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതെടുത്ത് അച്ചാറിടാം. ഞങ്ങൾ കണ്ണിമാങ്ങയൊക്കെ ഉപ്പിലിട്ടിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ നെല്ലിക്ക എടുത്തിട്ട് അച്ചാറും ഇട്ട് വെക്കാവുന്നതാണ്.